തന്നെ തടയാൻ വന്നവരുടെ മുഖം നോക്കി നല്ല ചുട്ട മറുപടി കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. സ്ഥാനാർത്ഥികൾക്കൊപ്പം നാമനിർദ്ദേശക പത്രിക നൽകാൻ വന്ന മാങ്കൂട്ടത്തെ തടഞ്ഞ BJP-ക്കാർക്ക് മാങ്കൂട്ടത്തിന്റെ വാലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ മടിക്കുന്നവരാണ് മാങ്കൂട്ടത്തെ തടയാൻ നോക്കിയത്. തടയാൻ വന്നവരെ ഇലക്ഷൻ കമ്മീഷണർ മുന്നിൽ വെച്ച് തന്നെ നിയമങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും നല്ല മറുപടി കൊടുക്കുകയും ചെയ്തതോടെ BJP-ക്കാരുടെ വാ അടഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാലക്കാട് പലയിടത്തും BJP-ക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴുണ്ട്. 11 പഞ്ചായത്തുകളിലായിട്ട് 43 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. അത് രാഹുൽ മാങ്കൂട്ടം എഫക്ട് കൊണ്ട് തന്നെയാണെന്ന് BJP-ക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നതുമാണ്. ഇപ്പോഴിതാ സ്ഥാനാർത്ഥികൾക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ തടഞ്ഞുകൊണ്ട് BJP-ക്കാർ എത്തിയത് ആ ഊഹത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലാണ് 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ BJP-ക്കില്ല എന്ന സത്യം അവർ പോലും തിരിച്ചറിയുന്നു. ഒപ്പം കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും ആലന്നൂർ പഞ്ചായത്തുകളിൽ 5 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇല്ല. വടകരപ്പത്തി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിലും കാരാകുർശി, വടക്കാഞ്ചേരി പഞ്ചായത്തുകളിൽ 3 കിഴക്കാഞ്ചേരിയിൽ 2 മങ്കരയിൽ 1 BJP-ക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന സത്യവും നമ്മൾ ഇതോടുകൂടി മനസ്സിലാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിറസാന്നിധ്യമായതോടെ BJP നേതാക്കൾക്ക് ഒരു പേടി തട്ടിയിട്ടുണ്ട്. അപ്പോ പിന്നെ മാങ്കൂട്ടം സ്ഥാനാർത്ഥിക്കൊപ്പം വന്നാൽ മുട്ടിവരയ്ക്കാതിരിക്കുമോ? എന്തായാലും നമുക്ക് BJP ഇണ്ണ വരപ്പിച്ച മാങ്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. അതിനകത്തെ ക്ലോസ് നമ്പർ 13 ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകുവാനുള്ള കുടിശ്ശികയിലേക്ക് എഴുതാൻ കഴിയില്ല. ബാങ്കുകൾ, KFC, KSFE മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല. അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള KSFE-യിലെ നമ്മുടെ ലയബിലിറ്റി പോലും, ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇനി വക്കീല് വേറെ ഏതെങ്കിലുമൊക്കെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ, ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ്. നിങ്ങൾ ജഡ്ജിമാരല്ല, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയില്ലല്ലോ, ഇനി ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത, ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല. അല്ലെങ്കിൽ നിങ്ങൾ 7/11/2025 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറായിട്ട് ടേബിൾ വയ്ക്കും. നിങ്ങൾ ടേബിൾ ചെയ്യും, ഞങ്ങളത് കേൾക്കാം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ 7/11/2025 നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർപ്പേൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ക്രൂട്ടിനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടമ്പുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം കോടതിയാണ്. അതിനാൽ നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയില്ല. നമ്മുടെ വാദം ഈ സർക്കുലർ ആക്ടിന് വിരുദ്ധം. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് ഈസ് നോട്ട് ഓൺ അവർ എനി സോർട്ട് ഓഫ് കമ്പൽഷൻ. ഞങ്ങളുടെ കമ്പൽഷനിലല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ അനദർ കാൻഡിഡേറ്റ്. അതല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു? റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു. ഈ സർക്കുലർ വരുന്നത് എങ്ങനെയാണ്? ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈൻ അല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വെക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം, സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്
എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതല്ല, പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് BJPയുടെ വാദം. ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയ പ്രസംഗമല്ല, ഞാൻ എന്റെ കൂടെ പറയണം. ഞാൻ ഇവിടെ പറയുന്നത് അതെന്ത് കപ്പാസിറ്റി